الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. صفيه وخليله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സഹോദരന്മാരെ, സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, നെറ്റിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ശബ്ദം കേൾക്കുന്നതായ സുഹൃത്തുക്കളെ, സർവശക്തനെ ഭയപ്പെടുക, അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ പാടുപെടുക, അവൻ കൽപ്പിച്ച കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുവാനും വിലക്കിയത് ഒഴിവായി നിൽക്കുവാനും പാടുപെടുക. അവൻ ആദരിച്ച ബഹുമാനിച്ച മാസങ്ങളെ, സ്ഥലങ്ങളെ, സമയങ്ങളെ, വർഷങ്ങളെ എല്ലാം ആദരിച്ച് ബഹുമാനിച്ച് അവൻ നേടാൻ പാടുപെടുക. വിശുദ്ധ റമദാനിനെ ഹൃദയ പ്രീതിയോടുകൂടി, സംതൃപ്തിയോടുകൂടി, ആഹ്ലാദത്തോടുകൂടി സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചുകൊണ്ട് റബ്ബിന്റെ പ്രീതി കരഗതമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതിനെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നതായ, അതിന്റെ വാതിൽക്കൽ നിൽക്കുന്നതായ ഈ സമയത്ത് സാധാരണ ഖുതബാകളും പ്രാസംഗികന്മാരും പ്രബോധകന്മാരും ഉണർത്താറുള്ളതായ ഭാഗങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ള സബ്ജക്റ്റാണ്. കാരണം അത് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാലി എന്ന് ഇന്നലെ രാത്രി ഞാൻ വിശേഷിപ്പിച്ചതുപോലെ
ഏറ്റവും പ്രാധാന്യമുള്ള ഇൽമ് വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ സന്ദർഭോചിതമായ ഇൽമ് പഠിക്കലാണ്. അതാത് സമയത്ത് ആവശ്യമുള്ളതായ ഇൽമ് പഠിക്കലാണ്. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഹജ്ജ് പഠിക്കണം, ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഉംറ പഠിക്കണം. അപ്രകാരം തന്നെ റമദാൻ വരുമ്പോൾ റമദാനിനെ പഠിക്കണം. എന്നും നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കുന്നവർ എന്നും നമസ്കാരത്തെക്കുറിച്ച് അതിലുള്ള വീഴ്ചകളെ നികറ്റാൻ വേണ്ടി പാടുപെടണം. അതുപോലെ കല്യാണം കഴിക്കാൻ പോകുന്നവർ ഭാര്യ ഭർത്തൃ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം, കുടുംബ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം. അപ്രകാരം തന്നെ നമ്മുടെ ദൈനംദിനം ജീവിതം ആസകലം ഇസ്ലാമീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു മുസ്ലിം സത്യവിശ്വാസിയായി ജീവിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നത് എന്നും പഠിച്ചു കൊണ്ടേ ഇരിക്കണം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണല്ലോ. എന്നാൽ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ആ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ട രൂപങ്ങൾക്കുള്ള ചില ശൈലികളും മാർഗങ്ങളും അതിൽ നാം പഠിച്ചിരിക്കേണ്ട വിധി വിലക്കുകളും അതിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും ഇന്നലെ രാത്രി നാം വിശദീകരിച്ചു. ക്ലാസ്സിൽ പങ്കെടുത്തവർ ഓർക്കുന്നുണ്ടായിരിക്കാം. എന്റെ ശബ്ദത്തിൽ കൂടി കേൾക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് യൂട്യൂബിൽ കൂടിയും നെറ്റിൽ കൂടിയെല്ലാം പല ശൈലിയിലും കേൾക്കാനുള്ളതായ സൗകര്യങ്ങളുണ്ട്. പണ്ഡിതന്മാര് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്ന, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന തത്വം റമദാനിൽ അല്ലാഹ് പറഞ്ഞതിനെ ഗ്രഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉത്ബോധനം ചെയ്യുന്ന ധാരാളം ഇൽമുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന യുഗത്തിലാണല്ലോ നാം. അതുകൊണ്ട് ആർക്കും അറിയാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയാനുള്ള ഒരു പഴുതും ഇല്ല, ഒരു ഒഴിവുകഴിവും ഇല്ല, അള്ളാഹു നൽകുന്നതുമല്ല. കാരണം അത്രയും ഹഖ് ബാത്തില് ഏതാണെന്ന് വ്യക്തമായ യുഗത്തിലാണ് നാം. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ബിൻ ഹുമയ്യിദ് സംസാരിച്ചതായ വിഷയവും വിശുദ്ധ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച മെമ്പറുള്ള സ്ഥലത്തിൽ ഇപ്പോൾ ഉള്ളതായ മെമ്പറിന്റെ മീതെ പ്രസംഗിച്ചവരായ ഡോക്ടർ അബ്ദുൽ ബാരിസ് ബൈത്തിയും അപ്രകാരം തന്നെ റിയാദിൽ ബിഗ് ജുമാ മസ്ജിദിൽ ഇവിടുത്തെ റേഡിയോയിൽ കൂടി പ്രക്ഷേപണം ചെയ്യപ്പെട്ടതായ ഷെയ്ഖ് അബ്ദുള്ള ഇബ്നു അബ്ദുൽ അസീസ് ആല ഷെയ്ഖ് എന്ന അവിടുത്തെ സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തിയുടെ മകൻ പ്രസംഗിച്ച സബ്ജക്റ്റും ഈ മൂന്ന് വിഷയവും ഏകദേശം തുല്യതയുള്ള വിഷയങ്ങളാണ് റമദാൻ ആയതുകൊണ്ട് തന്നെ. പക്ഷേ വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ വേറൊരു ശൈലിയിൽ കൂടിയാണ് നിങ്ങൾ മദീനയിൽ ഖൈറ് എന്ന പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖൈറിൽ അതിന്റെ ഉത്തമ ശൃംഗത്തിലേക്ക് എത്തിയ അത് വളരെ നന്നായി പ്രകടമാകുന്ന ഒരു മാസമാണ് എന്ത് റമദാൻ എന്നതുകൊണ്ട് അവസാനത്തിൽ ഖുതുബയുടെ സമാപനത്തിലും രണ്ടാം ഖുതുബയിലും എല്ലാം വിശദമായിട്ട് റമദാനിനെ ഡോക്ടർ അബ്ദുൽ ബാരിസ് ബൈത്തി മദീനയിൽ മദീന മിമ്പറിന്റെ മീതെ വെച്ച് വിശദീകരിച്ചതും നിങ്ങൾ കേട്ടതായ ഭാഗമാണ്. എന്നാൽ നാം യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ഇവിടെ സ്ഥിരതാമസക്കാരാവട്ടെ, അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി വന്നവരാവട്ടെ, അല്ലെങ്കിൽ നെറ്റിൽ കൂടി റേഡിയോയിൽ കൂടി ശബ്ദം കേൾക്കുന്നവരാവട്ടെ, എല്ലാവർക്കും ബാധകമാണ് ഇത്. ഏത് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്ന വേളയിൽ വിശുദ്ധ റമദാനിനോടുള്ളതായ അവന്റെ കടപ്പാട് എന്താണ് എന്നത് പഠിച്ചിരിക്കണം, എന്താണ് എന്നത് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിലൂടെ നേടേണ്ടതായ നേട്ടങ്ങൾ നേടാൻ വേണ്ടി പാടുപെടണം എന്നീ കാര്യങ്ങളെ കുറിച്ച് ഇമാമുകൾ വിശദീകരിച്ചത് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധേയമായ, വളരെ പ്രസക്തി ആർജിക്കുന്നതായ സബ്ജക്റ്റാണ്. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഫുർഖാൻ അലീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ, അതിനുള്ള പ്രാധാന്യങ്ങൾ നാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ രണ്ടാമത്തെ സൂക്തമാകുന്ന സൂറത്തുൽ ബഖറയിൽ വിശദമായിട്ട് തന്നെ പരത്തി പറഞ്ഞുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിച്ചതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നിങ്ങൾ കേട്ടതുപോലെ 12 മാസങ്ങളുടെ നേതാവാണ് റമദാൻ മാസം എന്ന് നാം പഠിച്ചു. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസത്തിൽ എന്നതുപോലെ ഒരു പ്രത്യേക ഇബാദത്ത് തന്നെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. മറ്റു മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദൈനംദിനം നാം നമസ്കരിച്ചു കൊണ്ടേ ഇരിക്കുന്നു, നാം സുന്നത്തായ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടേ ഇരിക്കുന്നു, നാം
കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവകളുടെ കൂട്ടത്തിൽ ഈ വിശുദ്ധ ഫുർഖാൻ അദീമിനെ ബന്ധപ്പെടുത്തിയും കൊണ്ട് സംസാരിച്ചതായ ഒരു മാസമാണ് വിശുദ്ധ റമളാൻ മാസം. അതുകൊണ്ട് തന്നെ ആ റമളാൻ മാസം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ അറിയുന്നതിനേക്കാളും മുമ്പ് അതിനോട് നമുക്കുള്ള കടപ്പാടാണ് നാം പഠിക്കേണ്ടത്, അറിയേണ്ടത്. മിമ്പറിന്റെ മീതെ റസൂൽ കയറി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ആമീൻ 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 എന്നതായ ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയുന്നതായ ആ പ്രത്യേകത നിങ്ങൾ കേട്ട് പലപ്പോഴും മനഃപ്പാഠമാക്കി വെച്ചതാണ്. അക്കൂട്ടത്തിൽ നിങ്ങളുടെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ജിബ്രീൽ പറയുന്നു, ഒരാൾക്ക് റമദാൻ വന്നിട്ട് ആ റമദാനിൽ അവർ ചെയ്യേണ്ടതായ ആ ബാധ്യതകൾ ചെയ്തുകൊണ്ട് നേടേണ്ടതായ നേട്ടങ്ങൾ നേടാതെ, അഥവാ പാപമോചനം നേടാത്ത ഗതികേടിൽ പെട്ടുപോയ ഒരു വ്യക്തി നിങ്ങളുടെ ഉമ്മത്തുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ മൂക്ക് കുത്തി വീഴട്ടെ, അഥവാ അവൻ നാശമടയട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് റസൂലുള്ളാഹി ആമീൻ എന്ന് പറഞ്ഞതായ ആ പ്രാർത്ഥന എത്ര പ്രസക്തിയുള്ള, എത്ര വാണിംഗ് നൽകുന്ന, എത്ര ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനയാണ്. എന്താ അത് അത് നമ്മെ പഠിപ്പിക്കുന്നത്? റമളാൻ വരുമ്പോൾ അതിനെ ഹൃദയ സംതൃപ്തിയോടുകൂടി, പ്രസന്നതയോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ ഒരുങ്ങിയില്ലെങ്കിൽ നീ അപകടത്തിൽപ്പെടും. അങ്ങനെ ഒരുങ്ങുന്നവർക്ക് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അതിൽ ചെയ്യേണ്ടതായ അമലുകൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയുള്ളൂ. അല്ലാത്തവന് തൗഫീഖ് തന്നെ ലഭിക്കൂല. അവനോട് റമദാൻ വിടവാങ്ങുമ്പോൾ അവൻ ഒരു പരിവർത്തനം വരാത്ത രൂപത്തിലായിരിക്കും വിടവാങ്ങുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഓരോ രാത്രിയിലും യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയൽ ശർ അഖ്സിർ, നന്മയെ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ നിങ്ങൾ മുന്നോട്ട് കുതിക്കൂ, ഇസ്ലാം റമദാനിലേക്ക് കുതിക്കൂ, റമദാനിൽ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരൂ എന്ന് ദിവസവും വിളിച്ചു പറയുന്നതാണ് അള്ളാന്റെ ഭാഗത്തിൽ നിന്ന്. റമദാനായി കഴിഞ്ഞാൽ, റമദാൻ വരുമ്പോഴേ അതിന്റെ പ്രത്യേകത അറിയുകയുള്ളൂ. കാരണം ഇപ്പോഴും എന്തുണ്ട് നമ്മുടെ കൂടെ? റമദാൻ വരുന്ന അഥവാ നിലാവ് കാണുന്ന, എന്നിട്ട് റമദാൻ പ്രഖ്യാപിക്കുന്ന ആ നിമിഷം വരേക്കും നമ്മുടെ കൂടെ ആരുണ്ട്? പിശാചുണ്ട്. പിശാച് നമ്മുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് കേൾക്കാൻ വരാൻ പ്രയാസം. ക്ലാസ് കേൾക്കാൻ വന്നാൽ തന്നെ പലപ്പോഴും പലരെയും ഇബ്ലീസ് അവിടെ നിന്ന് ക്ഷീണമോ പ്രയാസപ്പെടുത്തി പല രൂപത്തിലും നാം ചെയ്യുന്ന ഖൈറിന് വിലങ്ങ് തടിയാൻ ശ്രമിക്കും. വിട്ടുകൊടുക്കരുത്, ചാൻസ് കൊടുക്കരുത് പിശാചന്. പക്ഷേ അള്ളാഹു ഇന്നലെ രാത്രി നാം പറഞ്ഞതുപോലെ അള്ളാഹു നമ്മളോട് പറയും പോലെ, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കളമൊരുക്കി തന്നു. എന്താണത്? നിങ്ങളെ പ്രയാസപ്പെടുത്തും, നിങ്ങൾക്ക് അമൽ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്നതിന് തടസ്സമായി മാറുന്ന, നിങ്ങളെ ക്ലാസ്സിൽ വരുന്നതിന് തടസ്സമാക്കി മാറ്റുന്ന, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഖുശൂഉം ഭക്തിയും നഷ്ടപ്പെടുത്തുന്ന പിശാചുണ്ടല്ലോ, അവരുടെ നേതൃത്വങ്ങളെ, അവരുടെ പോക്കിരിമാരെ, അള്ളാഹു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതാണെന്ന് നബിയുനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഷേധിക്കാൻ പറ്റാത്ത വാക്കാണ്, റസൂലാണ് പറഞ്ഞത്. അത് റസൂല് പറഞ്ഞു, അവിടെ നിൽക്കണോ? ഇതാണ് ഇമാം അഹ്മദ് ഹംബലിനോട് എന്റെ റമദാനിൽ ഇബ്ലീസ് അറസ്റ്റാണെന്ന് പറയുന്നതിനെ കുറിച്ച്, ബുദ്ധിപൂജകന്മാരുടെ ചോദ്യങ്ങളെ കുറിച്ച് ഇമാം അഹ്മദ് ഹംബലിനോട് 1200 പരം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? റസൂല് പറയുന്നത് അള്ളാഹ് പറഞ്ഞതാണ്. ഈ ഹദീസ് സഹീഹിൽ ഉള്ളതാണ്. അതുകൊണ്ട് ആ റസൂല് പറഞ്ഞ വാക്കിന്റെ അടുക്കൽ നിൽക്കുക. അതിനപ്പുറം മറുചോദ്യം ചോദിക്കാൻ അവകാശമില്ല, അധികാരമില്ല, മിണ്ടാതിരിക്കുക. പിന്നെ ഇന്ന് നമുക്ക് ആ രൂപത്തിലല്ലാതെ തന്നെ മറുപടി കേൾക്കാം. അതെന്താണ്? നമുക്ക് അനുഭവമാണ് പിശാച് അറസ്റ്റിലാണ് എന്നതിലേക്ക്. എത്ര പിടിയന്മാര്, കുടിയന്മാര്, എത്ര താന്തോന്നികൾ, എത്ര തോന്നിവാസികൾ, എത്ര ദീനുമായി അകപ്പെട്ട് നിൽക്കുന്നവര്, അവരുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ അവര് ഈ വിശുദ്ധ റമദാനാകുമ്പോൾ പള്ളിയിലേക്ക് 5 വക്ത് നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരേക്കും പള്ളിയിലേക്ക് എത്തുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവർ വന്നു? 1-2 പള്ളി നിറയാണ്, പള്ളി ഫുള്ളാവാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് ബോംബെയിൽ പോയിട്ടുണ്ടാവാം. ഞാൻ പല കാലത്തും ബോംബെയിൽ ജീവിച്ച ആളാണ്. ആ ബോംബെയിലൊക്കെ ചില റമദാനായി കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവലാണ്. മനസ്സിലായില്ലേ?
വണ്ടികളൊക്കെ സ്റ്റോപ്പായി പോകലാണ്. ജനങ്ങളുടെ പെരുപ്പം കാരണത്താൽ എവിടെയായിരുന്നു അവരൊക്കെ പീല ഹൗസിലായിരുന്നു പലരും. എല്ലാവരെ കുറിച്ചല്ല, പീല ഹൗസ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ അറിയില്ലേ, വ്യഭിചാരശാല. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെയാണ് എവിടേക്ക് എത്തുന്നത്? പള്ളിയിലേക്ക് എത്തുന്നത്. അപ്പോൾ എവിടെയായിരുന്നു, എന്തായിരുന്നു, എന്തുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല? പിശാച് ശരിക്ക് നേതൃത്വങ്ങൾ പിശാചിന്റെ ആ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിലെ പിന്നിലും അവൻ പ്ലാനിടുന്ന പ്ലാനുകളുടെ മുമ്പിലും നിങ്ങൾ പിൻപറ്റരുതേ എന്റെ അടിമകളെ. ഖുർആൻ അള്ളാഹുവാണ് പറയുന്നത്. പിശാചികൾക്ക് പ്ലാനിങ്ങുകളുണ്ട്, പ്ലാനിങ് പരിപാടികളുണ്ട്. അവരെ കുറിച്ച് അള്ളാഹ് തന്നെ പരിചയപ്പെടുത്തുന്നു. എന്ത്? അവർക്ക് ആകാശ ലോകത്ത് അള്ളാഹ് സൃഷ്ടിച്ചതാണ്, അവർക്ക് അള്ളാഹ് കൊടുത്ത കഴിവാണ്. എന്ത്? അവർ ഈ ആകാശവാന അവർക്ക് സീറ്റ്സുകൾ ഉണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ സീറ്റ്സുകളിൽ ഇരുന്നിട്ട് മലക്കുകൾ പോകുമ്പോഴും വരുമ്പോഴും അവരുടെ വാർത്തകൾ കട്ടെടുക്കാനുള്ള കഴിവുകൾ അവർക്ക് അള്ളാഹ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഖുർആൻ ഇറങ്ങുന്ന ആ സന്ദർഭത്തിലാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ നക്ഷത്രങ്ങളിലൂടെ അവരെ എറിയപ്പെടുന്നതായ പ്രയാസം അവർക്ക് അനുഭവപ്പെട്ടതും അവരുടെ നേതൃത്വം അതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തി നോക്കുമ്പോൾ മക്കയിലാണ് അപകടം ഉള്ളത് എന്ന് മനസ്സിലാക്കി വാർത്തകളൊക്കെ മഹാനായ അൽ ഇമാം ഇബ്നു കസീറും അൽ ഇമാം ഇബ്നു ജരീറും അവരുടെ താരീഖുകളിൽ പറഞ്ഞതായ വാർത്തകളൊക്കെ ഞാൻ ഇവിടെ പരത്തി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം റമളാനാണ്. വെൽക്കം റമളാൻ, റമളാനിൻ അഹ്ലൻ വസഹ്ലൻ യാ റമളാൻ എന്ന വിഷയം നാം പറയുമ്പോൾ ആ വിഷയത്തെ തൊട്ട് തന്നെയാണ് 3 ഇമാമുകളും ചർച്ച ചെയ്തത് എന്നതുകൊണ്ട് തന്നെ പൻസാരക്കുന്നിന്റെ മുകളിൽ തേൻമഴ വർഷതുപോലെ നമുക്ക് മഹാ അനുഗ്രഹമാണ്. മക്കയിൽ മദീനയിൽ പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആരും പ്രയാസപ്പെടേണ്ട. നെറ്റിൽ കൂടി റേഡിയോയിൽ കൂടി ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളും മുസ്ലിം ലോകം ആ സകലം വളരെ സന്തുഷ്ടരാവേണ്ടതായ മഹാരംഗമാണ് ഈ രംഗം. കാരണം സഹിഷ്ണുത, ശാന്തി, സമാധാനം, ആത്മോത്കർഷത, ആത്മാനുഭൂതി ഇതെല്ലാം ഏറ്റുകൊണ്ടാണ് ഈ സമത്വ സുന്ദരമായ മതത്തിന്റെ ആ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ വിശുദ്ധ റമദാൻ നമ്മോട് വെൽക്കം അല്ലെങ്കിൽ നാം അതിനോട് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതായ ആ മഹാ ദിവസങ്ങളിൽ നാം ഇപ്പോൾ കഴിച്ചു കൂട്ടുന്നത്. അള്ളാഹു നമുക്ക് അതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാനുള്ള ഒരുപാട് അന്തരീക്ഷം, ആത്മീയ വളർച്ച, ഈമാനിക പുഷ്ടി, ആവേശം, ഉന്മേഷം എല്ലാം റബ്ബ് നമുക്ക് നൽകട്ടെ. സഹോദര സഹോദരിമാരെ, റമദാനിന്റെ ചൈതന്യം, റമദാൻ നമ്മളോട് ഓതുന്നതായ വിധിവിലക്കുകൾ, നമുക്ക് പഠിപ്പിക്കുന്നതായ പാഠങ്ങൾ മക്ക ഇമാമിന്റെ പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞ ഭാഗമാണ്. നാമൊക്കെ ഇപ്പോൾ റമദാൻ വരുമ്പോൾ അല്പം പട്ടിണി കിടക്കുന്ന കാര്യത്തിൽ പ്രയാസം, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ, ചൂടല്ലേ, പ്രയാസമല്ലേ, ചോദ്യങ്ങൾ പണ്ഡിതന്മാരുടെ ഭാഗത്തിലേക്ക് ഇവിടുത്തെ വലിയ അതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ റിയാദിലും മുസ്ലിം വേൾഡ് ലീഗിലുമെല്ലാം സ്ഥാപിക്കപ്പെട്ട ലിജാനുകളുണ്ട്, കമ്മിറ്റികളുണ്ട്. പണ്ഡിതന്മാരുടെ, മുസ്ലിം ലോക പണ്ഡിതന്മാർ എന്നല്ലാതെ സുഹൃജറബൻ പണ്ഡിതന്മാരല്ല, ആ പണ്ഡിതന്മാരുടെ ആ ലിജാനുകളെല്ലാം ആ കമ്മിറ്റികളെല്ലാം ആ മീറ്റിങ്ങുകളെല്ലാം വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ വരുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ചൂടുകാലത്തിൽ നോമ്പൊഴിവാക്കാമോ, ചൂട് സമയത്ത് നമുക്ക് നോമ്പ് നോക്കേണ്ട ചുറ്റുപാടുണ്ടാകുന്നു. ഇതൊക്കെ പല ഉള്ളതാണ്. അതിന് ആദ്യമായിട്ട് വിശദമായി മറുപടി ഈ സാധു പറയുന്നതിന് മുമ്പ് മക്ക ഇമാം പറഞ്ഞ ശരി നിങ്ങൾ കേൾക്കുക. സുബ്ഹാനല്ലാഹ്, മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് ഈ വിശുദ്ധ റമദാൻ വരുമ്പോൾ 50 ഡിഗ്രി ചൂടാണല്ലോ, 54 ഡിഗ്രി ചൂടാണല്ലോ, പ്രയാസമാണല്ലോ എന്നെല്ലാം പറയുന്നവരോട് നമുക്ക് നമ്മുടെ മതം ഈ റമദാനിലൂടെ തുടങ്ങി വെച്ചതായ ആ പ്രധാനപ്പെട്ട മുസ്ലിങ്ങളുടെ അന്തസ്സ് പൊക്കുന്നതായ അഭിമാനത്തെ ജനങ്ങളുടെ മുമ്പിൽ പൊക്കിക്കാണിച്ചു കൊടുക്കുന്നതായ അത് യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്, എപ്പോഴോ ബദർ യുദ്ധം ഉണ്ടായത് റമദാനിൽ, ബദർ യുദ്ധം റമദാനിൽ, മക്ക റിപ്പബ്ലിക് എപ്പോഴാണ്? റമദാനിൽ, മക്ക റിപ്പബ്ലിക് റമദാനിൽ. യർമൂക്ക് യുദ്ധമോ റമദാനിൽ. സുബ്ഹാനല്ലാഹ്. അപ്രകാരം തന്നെ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ 100 കൊല്ലം
കുരിശുദ്ധം നടന്നിട്ട് അതിന്റെ അന്ത്യം കുറിക്കപ്പെട്ട മഹാവിജയത്തിന്റെ ഇടയായതായ ആ പോരാട്ടത്തിന്റെ പല ഭാഗങ്ങളും വിശുദ്ധ റമദാനിൽ, ഖാദിസിയ യുദ്ധം റമദാനിൽ നമ്മുടെ നേതാക്കളും ചേതാക്കളും സ്വർഗത്തിലേക്ക് പറന്നു ചെല്ലാൻ വേണ്ടി ഉപയോഗിച്ച മാധ്യമങ്ങളൊക്കെ അത് നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക്, ഞാൻ ആജിമാരോട് പറയാറുള്ളത് പോലെ ലജ്ജ തോന്നും. നമുക്ക് ലജ്ജ തോന്നും. നാം അവരുടെ അത് പറയാൻ അവകാശികളാണോ എന്നിവരേക്ക് തോന്നിപ്പോകും. നമുക്ക് അർഹതയുണ്ടോ അങ്ങനെയുള്ള പ്രസംഗം പ്രസംഗിക്കാൻ? നമുക്ക് അർഹതയുണ്ടോ അങ്ങനെയുള്ള പ്രസംഗം കേൾക്കാൻ? നമുക്ക് അർഹതയുണ്ടോ അവർ ഞങ്ങളുടെ ചേതാക്കളാണെന്ന് അഭിമാനിക്കാൻ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൂടെ മക്ക റിപ്പബ്ലിക്കിൽ പോയ സന്ദർഭത്തിൽ 10,000-ഓളം പേരുണ്ട്. റമദാൻ മാസമാണ്, നോമ്പ് റസൂലുള്ള നോമ്പ് ഒഴിവാക്കിയ വാർത്ത ഒഴിവാക്കണം. എപ്പോൾ? ആ പ്രയാസമുള്ള സമയമാണെങ്കിൽ, പ്രത്യേകിച്ച് യുദ്ധമാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ എന്ന് പറഞ്ഞ വാർത്ത കേൾക്കാത്തവര് നോമ്പ് പിടിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് പിടിക്കുന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് അസർ സമയത്ത് വരേക്കും, മഗ്രിബിന് അല്പം ശേഷമേ അല്പം ടൈമേ ശേഷിക്കുന്നുള്ളൂ, എന്നിട്ട് പോലും അവരുടെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹി വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്ത്? യാത്രക്കാർക്ക് ഇസ്ലാം നൽകിയ കൺസെഷനാണ്, ഇസ്ലാം നൽകിയതായ തഖ്ഫീഫാണ്, അത് ഉപയോഗപ്പെടുത്തേണ്ടതാണ് മുസ്ലിങ്ങൾ എന്ന കാര്യം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ ശൈലി ഞാൻ ഓതി ആയത്തിൽ, യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ. അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അള്ളാഹ് നിങ്ങളെ ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹ് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ആ ശൈലി അവിടെ റസൂലുള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ നാം ഓർക്കേണ്ടത്, എന്നിട്ടും അവർ യുദ്ധത്തിന് ഒരുങ്ങിയല്ലോ, തല മുറിച്ചു കൊടുക്കാൻ ഒരുങ്ങിയല്ലോ, കഴുത്ത് മുറിച്ചു കൊടുക്കാൻ ഒരുങ്ങിയല്ലോ. നമുക്കൊക്കെ ഒരു പട്ടിണി കിടക്കുന്ന കാര്യത്തിലാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു ഒഴിവുണ്ടോ? ആരും പട്ടിണി കിടന്ന് മരിക്കൂല, ആരും ഒരു ദിവസം പട്ടിണി കിടന്നാ മരിക്കൂല, ആരും ഒരു ദിവസം വെള്ളം കുടിക്കാതിരുന്നാ മരിക്കൂല. മനസ്സിലായില്ലേ? മരിക്കൂ ഡോക്ടറെ? ഡോക്ടർമാർക്ക് നമ്മളെ സസ്ലോട് ചോദിച്ചു നോക്കി, മരിക്കൂല. ഇന്നത്തെ യുഗത്തിലൊക്കെ അല്ലാതെ പഠിപ്പിച്ചു. എത്രയെത്ര ഭൂകമ്പങ്ങൾ നാം കേട്ടു. തുർക്കിയിൽ അല്പ വർഷങ്ങൾക്ക് മുമ്പ് നോടിയുടെ കൊണ്ട് 50,000 പേര് ഒന്നടക്കം മരിച്ചു ഒരു ഭൂകമ്പത്തിൽ. ഒരു സ്ഥലത്ത് ഭൂകമ്പം നടന്ന സ്ഥലത്ത് 17 ദിവസം കഴിഞ്ഞ ശേഷം ജീവനോട് കൂടി ഒരാൾ പുറത്തിറങ്ങി വന്നു. എത്ര ദിവസം? 17 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ മനുഷ്യൻ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കുറെ ദിവസങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠിക്കുമ്പോൾ, ഞാൻ ചൂടത്താണ് ജോലി ചെയ്യുന്നത്, ഞാൻ നോമ്പ് മുറിക്കാൻ മുമ്പേ തീരുമാനം എടുത്തു വെക്കാണ്, എന്നിട്ടോ മൂപ്പര് പിന്നെ നോമ്പ് തന്നെ വേണ്ടാതെ വെക്കാണ്. നീ അഥവാ നോമ്പ് നോറ്റ ശേഷം നീ ബോധിഷ്യായി വീണാൽ അവിടെ വേറെ വിധി വരും, അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. പക്ഷെ നീ നോമ്പ് നോക്കണ്ടെന്നുള്ള വിധി ഉണ്ടാക്കാൻ പാടുപെടണ്ട. നിനക്ക് നോമ്പ് നോക്കണം. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? തിന്നൽ ഒഴിവാക്ക, കുടിക്കൽ ഒഴിവാക്ക. ഈ കുടിക്കലും തിന്നലും ഒഴിവാക്കൽ പരിശോധിക്ക. ഈ പരീക്ഷണത്തിൽ ഈ പെടൽ നിന്റെ ബാധ്യതയാണ്. അത് ഒരു ആകെപ്പാട് ഒരു മാസം മാത്രമാണ്. അത് നീ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഒരു എത്ര വരും? 2.5 ദിവസത്തിൽ ഒരു ദിവസം വരാം. അങ്ങനെ വരാം ഏകദേശം, അല്ലേ? അങ്ങനെയല്ലേ വരാം. 12 മാസത്തിൽ ഒരു മാസം മാത്രമാണെന്ന് വെക്കുമ്പോൾ വളരെ ചുരുക്കം സമയമാണ്. ആപേക്ഷികമായിട്ട് ഒരു കൊല്ലത്തിൽ 11 മാസവും നിനക്ക് തിന്നാം, കുടിക്കാം, സംയോഗം ചെയ്യാം. നിന്റെ ഭാര്യയുമായിട്ട് നിനക്ക് എല്ലാം അള്ളാഹ് അനുവദിച്ച ഹലാലുകൾ ചെയ്യാം. ആ ചെറിയ അല്പസമയം, ചുരുങ്ങിയ സമയം. ചില ആൾക്കാരൊക്കെ ജർമ്മനും അതുപോലെ തന്നെ പല യൂറോപ്പ് രാഷ്ട്രത്തുനിന്നും വിളിച്ചു ചോദിക്കാറുണ്ട് മലയാളികൾ. അവിടെ 18 മണിക്കൂറാണ് റമദാൻ. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ 18 മണിക്കൂർ എന്നതുപോലെ അതേ നാട്ടിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 5 മണിക്കൂർ 6 മണിക്കൂർ റമദാൻ ഉണ്ടാവാറില്ലേ? അതിന് പകരം ഇത് എത്ര? നിങ്ങൾ 6 മണിക്കൂർ നോമ്പ് വെച്ചപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ സമയത്ത് ഇസ്ലാം പറയുന്നത് എന്താണ്? ഇത് സൂര്യ ഉദിക്കുമ്പോൾ എന്ന, അല്ലെങ്കിൽ ഫജ്ർ സാദിഖ് ഉദിക്കുമ്പോൾ, ഫജ്ർ സാദിഖ് പ്രകടമാകുമ്പോൾ നിർത്തുക. സൂര്യൻ അസ്തമിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഈ നിയമം നിങ്ങൾ അവിടെ നടപ്പാക്കിയില്ല. 5-6 മണിക്കൂർ മാത്രം. ഇപ്പോൾ 18 മണിക്കൂർ. അപ്പോൾ എപ്പോഴും 18 മണിക്കൂർ അല്ല, എപ്പോഴും 18 മണിക്കൂർ അല്ല. ചിലപ്പോൾ 18 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ, ചിലപ്പോൾ 6 മണിക്കൂർ, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അള്ളാഹു ആരെയും പിന്നെ അവിടുത്തെ ഈ 18 മണിക്കൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടുത്തെ തണുപ്പിന്റെ കോലറിയാമോ?
1ന്റെ താഴെയാണ്, 0യുടെ താഴെയാണ്. 0യുടെ താഴെയാണ് തണുപ്പ്. അതുകൊണ്ട് വിശപ്പ് അറിയുന്നില്ല, ദാഹം അറിയില്ല. ഒക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്താണ്? ഈ വിശുദ്ധ റമദാനിനെ നാം സ്വീകരിക്കുന്നതായ വേളയിൽ നാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായ വിധിവിലക്കുകളൊക്കെ ഒരു പുസ്തകം നോക്കിയിട്ട് പഠിക്കാൻ പറ്റും. ഇന്നലെ രാത്രി പറഞ്ഞു, തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, സംയോഗം ചെയ്യാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇന്ദ്രിയം പുറപ്പെടാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഇന്ദ്രിയം പുറപ്പെടാൻ പാടില്ല, ചോര കൊടുക്കാൻ പാടില്ല, ചോര കൊടുക്കാൻ പാടില്ല, ഈ തിന്നുക, കുടിക്കുക, അതുപോലെ തന്നെ സംയോഗം ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം അറിഞ്ഞിരിക്കലും നിർബന്ധമാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ വളരെ ലളിതം, വളരെ എളുപ്പം. വാട്സപ്പിൽ കൂടി വരുന്നുണ്ട്, മലയാളത്തിൽ വരുന്നുണ്ട്, ലോകഭാഷകളിൽ കൂടി വരുന്നുണ്ട്. നിയമങ്ങളും വിധി വിലക്കുകളും അതൊക്കെ ജനങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പ്രത്യേകമായി പരത്തി പറയേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഇങ്ങനെയുള്ളതായ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് ചോദ്യോത്തര വേദി ലഭിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാൻ അത് എളുപ്പവും ആണ്. ഈ ഷുഗർ രോഗം പിടിപെട്ടവര് ചോദിച്ചു, സാധാരണ അവര് ഇൻസുലിൻ കയറ്റാറുണ്ടല്ലോ അല്ലേ? പ്രശ്നമില്ല. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു, മുഗദ്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിന് പോഷകാംശം നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പുഷ്ടി നൽകുന്ന, വിറ്റാമിൻ ഉള്ളതായ, ഗ്ലൂക്കോസ് പോലത്തതായ വല്ലതും കയറ്റുക. അത് ഇഞ്ചക്ഷനോടെ ആയിരുന്നാലും എങ്ങനെയായിരുന്നാലും അത് പാടുള്ളതല്ല, അത് നോമ്പ് മുറിക്കുന്നതാണ്. അല്ലാതെ മറ്റു രോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ ഇഞ്ചക്ഷൻ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല, ഉപയോഗിക്കുന്നതുകൊണ്ട് പകൽ സമയത്ത് തെറ്റില്ല. അപ്രകാരം തന്നെ മൂക്കിൽ നാം ഒന്നും കയറ്റാൻ പാടില്ല. കാരണം മൂക്കിൽ കയറ്റുന്നത് തൊണ്ടയിലേക്ക് എത്തും. അതൊക്കെ രാത്രിയിലേക്ക് നീട്ടി വെക്കണം. അഥവാ മൂക്കിലേക്ക് ഓക്സിജൻ കയറ്റുകയാണെങ്കിൽ അത് ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ട് പകലിൽ ഉപയോഗിക്കുന്നതായ ഓക്സിജൻ അത് രാത്രിയിലേക്കാക്കി മാറ്റി വെക്കുക. ഇനി പകലിൽ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പണ്ഡിത വിഭാഗത്തിന്റെ അഭിപ്രായം ഓക്സിജനിൽ എന്തില്ല, തടി കുറവാണ്, അതുകൊണ്ട് അത് നോമ്പ് മുറിക്കുന്നതല്ല എന്നതാണ്. എന്ത്? ഈ ശ്വാസം മുട്ടുള്ളതായ, ശ്വാസം ചെയ്യാൻ പ്രയാസമുള്ളവരായ രോഗികൾക്ക് വേണ്ടി ഒഴിവ് നൽകപ്പെട്ട ശൈലിയിൽ പണ്ഡിതന്മാർ പറയാറുള്ളത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫോൺ നിങ്ങളെ സഹായിക്കും, മൊബൈൽ നിങ്ങളെ സഹായിക്കും. പണ്ഡിതന്മാരോട് ചോദിച്ച് വിധിവിലക്കുകൾ അറിയാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ബാധ്യതയാണ്, ഇതൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ 40 കൊല്ലം മുമ്പുള്ള, 35 കൊല്ലം മുമ്പുള്ള, അല്ല അതിനും കൂടുതൽ കുറവ്, 30 കൊല്ലം മുമ്പുള്ള ഏകദേശം എൻ്റെ ഈ സാധുവിന്റെ മദീനയിലുള്ള വീടാന്തരം അഥവാ മലയാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കയറി ഇറങ്ങുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ക്ലാസ്സിന് വേണ്ടി. ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പലപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ മ്യൂസിക്കിന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്നു, നല്ല 1-ാം നമ്പർ എരുമ പോത്ത് രാഗത്തിന്റെ ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഞങ്ങൾ വരുന്നുണ്ട് എന്ന വാർത്ത കിട്ടിയാൽ മൗലവിയാ പേടി, അള്ളാനെ പേടിയില്ല, അങ്ങനെ പെട്ടെന്ന് അതൊക്കെ ബന്ധാക്കി. എന്നിട്ട് നമ്മുടെ നാട്ടിൽ തോപ പാട്ട് പാടാൻ വേണ്ടി പോകുന്ന മുസ്ലിംമാരെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ അവിടെ ഇന്ന് തരും. അങ്ങനെയുള്ളതായ പല ശൈലിയെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും പറയല്ല, നമ്മുടെ കോമിന്റെ കോലാണത്. അങ്ങനെ കാട്ടുന്നവരുടെ ഇതിനൊക്കെ നമ്മൾ ഏതായാലും ഇന്ന് മദീന ഇമാമ് പറഞ്ഞതുപോലെ, മക്ക ഇമാമ് പറഞ്ഞതുപോലെ, റിയാദ് ഇമാമ് പറഞ്ഞതുപോലെ കൊല്ലം നാം പാപങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എന്ത് പാടുണ്ട്, എന്ത് പാടല്ല എന്നത് ശ്രദ്ധിക്കാതെ അക്ഷതയോടുകൂടി ജീവിച്ചതായ ആ ജീവിതത്തിൽ നിന്നിട്ട് നമ്മെ കഴുകി ശുദ്ധീകരിച്ച് മുക്തരാക്കാൻ വേണ്ടി, ശുദ്ധിയുള്ളതായ ആത്മാക്കളാക്കാൻ വേണ്ടി അള്ളാഹ് നമുക്ക് അവന്റെ ഭാഗത്ത് നിന്നിട്ട് ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹീത കവാടങ്ങളാണ്. സ്വർഗത്തിന്റെ 8 കവാടം തുറന്നു വെക്കപ്പെടുന്നതായ മാസമാകുന്ന റമദാൻ, നരകത്തിന്റെ 7 കവാടം അടക്കപ്പെടുന്നതായ മാസമായ റമദാൻ, ഖുർആൻ ഇറങ്ങിയതായ രാത്രി ഉൾക്കൊള്ളുന്ന ലൈലത്തുൽ ഖദ്റുള്ള റമദാൻ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കാരണത്താൽ അള്ളാഹ്ക്ക് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി നാം വ്രതം അനുഷ്ഠിക്കുന്നതായ റമദാൻ, ഈ വിശുദ്ധ റമദാൻ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അതിഥിയായ റമദാൻ അത് പെട്ടെന്ന് നമ്മളോട് വിടവാങ്ങും. അതിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടതായ നേട്ടം, അതിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ഒരു പ്രത്യേക കോഴ്സ് ഉണ്ട്, ഒരു പ്രത്യേക ദൗറയുണ്ട്. ആ ദൗറയിൽ, ആ കോഴ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ട്രെയിനിങ് നേടാൻ സാധിക്കുന്നു. തഖ്വ പിടിക്കാൻ നല്ല ബോധ്യമുണ്ട്.
തൊള്ളയിലേക്ക് വെക്കുമ്പോൾ നോമ്പാണെന്ന് ഓർമ്മ വന്നു, തുപ്പുന്നു അല്ലേ? എന്തേ? അള്ളയോടുള്ളതായ ഭക്തി. അള്ളാഹ് ആരും കാണൂല, അടുപ്പിലായിരിക്കും. പെണ്ണ് അടുപ്പിലാണ്, അവളെ അറിയാതെ ഉപ്പുണ്ടോന്ന് നോക്കുമ്പോൾ നോമ്പാണെന്ന് ഓർമ്മ വരാണ്. എന്താ അവളെ വിരമിപ്പിച്ചത്? അള്ളാഹിനോടുള്ളതായ പേടി. നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യേണ്ടതുപോലെ തഖ്വ ചെയ്ത് ട്രെയിനിങ് നേടാൻ വേണ്ടിയുള്ള റമദാൻ. അപ്പോൾ റമദാൻ വരുമ്പോൾ നാം അറിഞ്ഞിട്ടോ അറിയാതെയോ എന്ത് ചെയ്യുന്നു? ജീവിത രീതി മാറ്റുന്നു, ഉറക്കിന്റെ രൂപം മാറ്റുന്നു, ഭക്ഷണ രീതി മാറ്റുന്നു, നമസ്കാര രീതി മാറ്റുന്നു, ശൈലി ആ സകലം മാറുന്നു. ഒരു നിമിഷം കൊണ്ട് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളതായ മാസത്തെയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ വന്നിട്ട് ചേഞ്ച് ആയില്ലെങ്കിൽ, അവന് പാപമോചനം ലഭിക്കാൻ അതിലൂടെ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മുഖം കുത്തി വീഴട്ടെ, അഥവാ അവൻ അള്ളാന്റെ അനുഗ്രഹത്തിലേക്ക് ദൂരപ്പെടട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ആരാണോ ആമീൻ ചൊല്ലിയത്? റസൂലുള്ളയാണ് ആമീൻ ചൊല്ലിയത്. അപകടമല്ലേ? അതാ അങ്ങനെയുള്ള ഇനത്തിൽ പെട്ടുപോയാൽ അതാണ് നാം ശ്രദ്ധിക്കേണ്ട ഭാഗം. സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാൻ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചതായ ഒരു ശൈലിയുണ്ട്. ഇന്നലെ രാത്രി നാം കേട്ട ഭാഗമാണ്. പക്ഷെ അതിൽ ഇന്നലെ രാത്രി പറയാത്ത ചില ഭാഗങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടത് തന്നെ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് ഷഹ്റു റമളാൻ എന്ന് പറയുന്ന വിശുദ്ധ റമളാൻ മാസം? അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ ഇറങ്ങിയ മാസമായത് കൊണ്ട് തന്നെ ഒന്നാണ്. ഇതെല്ലാം മൂന്ന് ദിവസമല്ല, പിന്നെയോ ഒരു ദിവസമാണ്. ചില ആൾക്കാര് മൂന്നിനെ രണ്ടാക്കി മാറ്റിയവരുണ്ട്. ഒന്ന് ശഅബാനും മറ്റൊന്ന് റമളാനും ആക്കി മാറ്റിയവരുണ്ട്. അത് ശരിയല്ല. അത് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമാണ്, അതിന് തെളിവുമില്ല. യഥാർത്ഥത്തിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായവും തെളിവുള്ളതുമെന്നാണ് ഈ മൂന്നും ഒരു രാത്രിയാണ്. അതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി ഉള്ളതായ ഈ മാസത്തെ എന്നതാണ് പണ്ഡിതന്മാരുടെ നിഗമനം, ബഹുഭൂരിപക്ഷത്തിന്റെ നിഗമനം. അപ്രകാരം തന്നെ അങ്ങനെയുള്ള വാർത്തകളെത്താൻ സാധ്യതയില്ലാത്തതായ കാലഘട്ടമാണ്. 1000-ൽ പരം വർഷങ്ങൾ വിട്ടുകടന്നത്. ഇപ്പോൾ 100 കൊല്ലം ഇങ്ങോട്ടാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. അതിനു മുമ്പെല്ലാം ഇവിടെ 1300ഓളം വർഷങ്ങൾ ജനങ്ങൾ ജീവിച്ചപ്പോൾ ആർക്കും എന്തില്ല, വാർത്തകൾ അറിയാനോ അറിയിക്കാനോ ചുറ്റുപാടില്ല, സൗകര്യമില്ല. എന്നതുകൊണ്ട് തന്നെ ഖുർആൻ കൽപ്പിച്ചതുപോലെ ഏത് രൂപത്തിലാണ് നിലാവിനെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്? അത് ചന്ദ്രനുകളാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു ചന്ദ്രൻ മാത്രമേ ആകാശത്തിലുള്ളൂ. പക്ഷേ ചന്ദ്രനെ കുറിച്ച് ഖുർആനിൽ ചോദ്യം ചോദിച്ചപ്പോൾ യസ്അലൂനക, നിങ്ങളോട് അവർ ചോദിക്കുന്നു, അനിൽ അഹില്ലതി, ചന്ദ്രനുകളെ കുറിച്ച്. എന്താ ഇവിടെ കൂടുതൽ ചന്ദ്രനുണ്ടോ? ബഹുവചനം എന്താണ് ഖുർആനിൽ? എന്തിനാ ബഹുവചനം? ഖുൽ, നിങ്ങൾ പറയുക, ഹിയ, ആ ചന്ദ്രനുകൾ, ചന്ദ്രൻ അല്ല, ചന്ദ്രനുകൾ. അതെന്തിനാണ്? ഹിയ, അവകൾ, മവാഖീതുൽ ലിന്നാസ്. സൗദി അറേബ്യയിൽ നോക്കുന്നു നോമ്പ് കേരളത്തിൽ നോക്കലല്ല ആ ദിവസം. പിന്നെയോ മവാഖീതുൽ ലിന്നാസ്, വഖ്തല്ല, മവാഖീത് ബഹുവചനമാണ്. എന്തിനർത്ഥം? മുസ്ലിം ലോകത്തിന്റെ ടൈമുകളാണത്. ചന്ദ്രനുകൾ, ടൈമുകൾ. ഖുർആൻ പച്ച അറബിയിൽ, അഥവാ ഓരോ നാട്ടിലുള്ളതായ അവിടുത്തെ മതാലി ഉണ്ടല്ലോ, അഥവാ അവിടെ സൂര്യ ചന്ദ്ര ഈ ഉദയ അസ്തമാന ചേഞ്ച് അനുസരിച്ചിട്ട് ആയിരിക്കണം എന്ത് നോമ്പ്. ഏതുപോലെ പലരും നമ്മുടെ നാട്ടിൽ അതിന് ഏകീകരിക്കണമെന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവർ യഥാർത്ഥത്തിൽ സത്യത്തിന് വിരുദ്ധമാണ് അവർ പറയുന്ന പറച്ചൽ, ഖുർആനിന് വിരുദ്ധമാണ് അവർ പറയുന്ന പറച്ചൽ. അവരുടെ കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അവരതിന് കാരണം പറയാറുള്ളത്, നാം നമസ്കരിക്കുന്നത് കണക്കൂട്ടിയിട്ടല്ലേ. നമസ്കരിക്കാം. എന്നാൽ ഈ അസർ നമസ്കരിക്കുന്ന നീ സൗദി അറേബ്യയിൽ നമസ്കരിക്കുന്ന ടൈമിലാണോ ഇന്ത്യയിൽ നമസ്കരിക്കാം? ശ്രദ്ധിക്കണം. നീ ഇന്ത്യയിൽ നമസ്കരിക്കാൻ സൗദി അറേബ്യയിൽ നമസ്കരിക്കുന്ന ടൈമിലാണോ? ആണോ? അല്ല. ഇന്ത്യയിൽ സൗദി അറേബ്യയുമായി ചേഞ്ച് ഉണ്ട്. ഈ ചേഞ്ച് ഉപയോഗപ്പെടുത്തുന്നില്ല നിസ്കാരത്തിൽ. അപ്പോൾ സംസാരിക്കുമ്പോൾ ശരിക്ക് ഈ വിഷയങ്ങളെ എല്ലാം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? സൂര്യന്റെ
ഇത് ചലനമനുസരിച്ചിട്ട് നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ചലനമനുസരിച്ച് നമസ്കരിക്കുന്നത് കണക്ക് കൂട്ടിയിട്ടാണെങ്കിലും അത് യഥാർത്ഥത്തിൽ എല്ലായിടങ്ങളിലും സൂര്യന്റെ ആ ചലനമനുസരിച്ചുള്ള നമസ്കാരം. ദുബൈയിൽ വരെ ഇവിടുത്തേക്കാളും 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. റിയാദിൽ വരെ ഇവിടുത്തേക്കാളും അരമണിക്കൂർ വ്യത്യാസമുണ്ട്. എന്ത്? നമസ്കാരത്തിൽ. ഇത് തന്നെയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. എന്ത്? ചന്ദ്രനുകളാണ്, ചന്ദ്രനല്ല. മനസ്സിലായില്ലേ? നിസ്കരിക്കൽ അവരുടെ ടൈമിനനുസരിച്ചല്ലേ. അതുകൊണ്ട് നമുക്ക് മക്കയിൽ ചെയ്യും പോലെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് ആരെങ്കിലും അസർ നിസ്കാരം 2.5 മണിക്കൂർ മുമ്പ് നിസ്കരിക്കാറുണ്ടോ? ഏത് നിസ്കാരം നിസ്കരിക്കാറില്ല. ഇത് ഈ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സംശയം തീരുന്നതും ആണ്. അപ്പോൾ നാം എന്ത് വേണം? അതുകൊണ്ട് തന്നെയാണ് അതിനു മുമ്പ് ഖുർആൻ പറയുന്നു, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ, ആ മാസത്തിൽ ഒരാൾ സാന്നിധ്യനാണെങ്കിൽ, അഥവാ നിലാവിനെ സ്വയം കാണുകയോ കാണുന്നവരുടെ കൂടെയോ സാന്നിധ്യനാണെങ്കിൽ, അവന്റെ സാന്നിധ്യം അവിടെ ലഭിക്കുകയാണെങ്കിൽ അവനുണ്ടാവണം ആ നാട്ടിൽ. അപ്പോൾ ഏത് സ്ഥലത്ത് നിലാവ് കണ്ട സ്ഥലത്ത് അവനുണ്ടെങ്കിൽ ആ നിലാവ് കണ്ട ദിവസം അവന്റെ 1-ാം ദിവസമാണ് റമദാനിലെ. മനസ്സിലായില്ലേ? അങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്നാണ് ഖുർആൻ കൽപ്പിച്ചത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത്, നിലാവ് കാണുമ്പോൾ നിങ്ങൾ നോമ്പ് പിടിക്കുക, നിലാവ് കാണുമ്പോൾ നിങ്ങൾ പെരുന്നാൾ കൊണ്ടാടുക. എന്തേ? നിങ്ങൾക്ക് അഥവാ ഗൈബുണ്ടായാൽ, അഥവാ മേഘം മഞ്ഞാൽ, മേഘം കാരണത്താൽ നിങ്ങൾക്ക് നിലാവ് കണ്ടില്ലെങ്കിലോ മാസത്തിനെ നിങ്ങൾ 30ആയി എണ്ണുക. ഒരു മാസത്തിൽ അറബി കണക്കിൽ അഥവാ ചന്ദ്രന്റെ കറക്കത്തിൽ കൂടി മനസ്സിലാക്കുന്ന മാസങ്ങളിൽ ഒരു മാസത്തിൽ എത്ര ദിവസമാണ്? 29 അല്ലെങ്കിൽ 30. 28 ഇല്ല, 31 ഇല്ല. അത് മാസങ്ങളിലാണ്, സൂര്യമാസങ്ങളിലാണ്. മനസ്സിലായില്ലേ? ചന്ദ്രമാസങ്ങളിൽ അങ്ങനെയില്ല. ചന്ദ്രമാസത്തിൽ 29-ഓ 30-ഓ അതാണ്. അതുകൊണ്ട് ഷഹ്റൈൻ എന്ന് പറയുമ്പോൾ ഒരവസരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തന്നെ 1 മാസം നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കൂല എന്ന് സ്ത്രീകളുടെ സമീപനം കാണത്താൽ, സ്ത്രീകൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരായിരുന്നാലും പെണ്ണെന്നെ. അതുകൊണ്ട് അവരെ കുറ്റം പറയല്ല. അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തു കഴിഞ്ഞതും അവർക്ക് സ്വർഗം നേടാൻ സാധിച്ചവരുമാണ് അവരൊക്കെ. എന്നാലും മനുഷ്യ സഹജമായി പെണ്ണുങ്ങളിൽ ഉണ്ടാകുന്ന ആ വീഴ്ച അവരിലുണ്ടായി. അത് കാരണത്താൽ അവരുടെ ഇടയിൽ ചില വരസലുകൾ റസൂലുള്ളാഹിന്റെ സമീപനത്തിൽ, റസൂലുള്ളാഹിനോടുള്ള സമീപനത്തിൽ ഉണ്ടായി. അങ്ങനെ 1 മാസം നിങ്ങളെ ഞാൻ കാണാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് റസൂൽ പുറത്തിറങ്ങിപ്പോയി. എന്നിട്ട് 29 ദിവസം കഴിഞ്ഞപ്പോൾ റസൂല് ആയിഷയുടെ വീട്ടിൽ കടന്നു ചെന്നു എന്നാണ്. അപ്പോൾ ആയിഷ പറഞ്ഞു, മാസമായിട്ടില്ലല്ലോ. റസൂല പറഞ്ഞു, ഇന്നലെ രാത്രി നിലാവ് കണ്ടങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന്. അപ്പോൾ 29-ലും എന്ത് സംഭവിക്കും? നിലാവ് കാണും, മാസം തുടങ്ങുകയും ചെയ്യും എന്നർത്ഥം. പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ നാം ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത് കാരണത്താൽ 70 ആൾക്കൊരു റമദാൻ, 70 ആൾക്കൊരു പെരുന്നാൾ, അതൊന്നും പറ്റൂല. നമ്മുടെ നാട്ടിൽ 40ഓളം മില്യൺ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അതിൽ 25% മുസ്ലിങ്ങളാണ്. അങ്ങനല്ലേ? ഇന്ത്യയിൽ, കേരളത്തിൽ 40ഓളം മില്യൺ, കൂടുതലായോ എന്നറിയില്ല. ഞാനൊക്കെ പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ, കേരളത്തിലുള്ളതായ പരിഭാഷകളെ കുറിച്ച് പുസ്തകം എഴുതിയ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചതനുസരിച്ച് 40ഓളം മില്യൺ, ഇപ്പോൾ കൂടുതലായിട്ടുണ്ടായിരിക്കും. 40ഓളം മില്യൺ മനുഷ്യന്മാരുള്ള കേരളത്തിൽ 25% മുസ്ലിങ്ങളാണ്. 25% മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ 70 ആൾക്ക് അതൊക്കെ കേൾക്കാറുണ്ട്. പ്രഹസനമല്ലേ? പരിഹാസമല്ലേ? ഇസ്ലാമിനെ തരംതാഴ്ത്തലല്ലേ? നീ മറ്റുള്ളവരെക്കാളും ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നിപ്പോവലല്ലേ നിനക്ക്? ലോക പണ്ഡിതന്മാരൊക്കെ വിധിച്ച വിധികളുടെ പിന്നെ അണിനിരക്കല്ലാതെ, ഖുർആനും സുന്നത്തും പറയുന്നതിന് പിന്നെ അണിനിരക്കല്ലാതെ നീ തോന്നുവാസിയായി, നീ താൻ തോന്നിയായി, നിനക്ക് തോന്നിയതുപോലെ ദീനാക്കാൻ, മതമാക്കാൻ ആരുടെ അധികാരം തന്നത്? അതൊക്കെ ഒഴിവാക്കണം, അതൊക്കെ മാറ്റി നിർത്തണം. അത് യഥാർത്ഥത്തിൽ എന്നോട് ഘടകവിരുദ്ധമാവൽ വരും എന്നത് മാത്രമല്ല, ചിലപ്പോൾ ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ശൈലിക്കെതിരായി മാറും. അതുകൊണ്ട് നാം കണക്ക് ഉപയോഗപ്പെടുത്താം. എന്തിന്? നിലാവ് കാണാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ ആരെങ്കിലും പച്ച കള്ളം പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ.
പണ്ടൊക്കെ സാധ്യത ഇപ്പോൾ ഉണ്ടോ അറിയില്ല. പണ്ടൊക്കെ കുറേ ആടുകൾ അറുത്തു കഴിഞ്ഞാൽ കഷായിമാർ വന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കേട്ടാ എന്ത് നാളെ നോമ്പാണ്, ആരെങ്കിലും ഒരാൾ പോയിട്ട് ഖാദി അടുക്കൽ ഞാൻ നിലാവ് കണ്ടു എന്ന് പറയും. കാരണം മൂപ്പര് പെരുന്നാളിന് വേണ്ടി നന്നായി അറുത്ത് തയ്യാറാക്കിയതാണ്. ആടൊക്കെ ഫ്രിഡ്ജൊന്നുമില്ലല്ലോ പണ്ട്, ഫ്രിഡ്ജില്ല, അപ്പൊ ആടൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് മൂപ്പര് പച്ച കള്ളം പറയും. അതോടുകൂടി ഖാദി എന്താക്കും, ഖാദി പ്രഖ്യാപിക്കും നാളെ പെരുന്നാളാണെന്ന്. അങ്ങനെ കള്ളം പറഞ്ഞ് പെരുന്നാളാക്കാനൊക്കെ സാധ്യതയുള്ളതായ കാലഘട്ടം പണ്ട് വിട്ട് കടന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ യുഗം അങ്ങനെയുള്ള യുഗമല്ല. അതുകൊണ്ട് കണക്ക് അതിന് സഹായിക്കും. ഇപ്പോൾ സാധ്യതയുണ്ടോ? ഇനി സാധ്യതയുള്ളതായ സന്ദർഭമാണെങ്കിൽ, അവിടെ മൂടം കെട്ടിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഭൂതക്കണ്ണാടിയിലൂടെ നമുക്ക് കാണാൻ വരെ സാധിക്കുന്ന രൂപത്തിലല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നീ മനക്കെടേണ്ട ആവശ്യമില്ല, നിന്റെ ബുദ്ധിക്ക് അവിടെ വിലയുമില്ല. നീ അന്നേത്തെ ദിവസം പൂർത്തിയാക്കുക, എന്നിട്ട് നേർക്ക് നേരെ നീ 30 ദിവസം പൂർത്തിയാക്കിയ ശേഷം നോച്ചാൽ മതി. തീർന്നു. അള്ളാഹ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹിന്റെ നാവിലൂടെ നാം എന്തിനാണ് നമ്മുടെ ഇഷ്ടാചാരം? അള്ളാഹിനേക്കാളും നിർബന്ധം നമുക്ക് അവന്റെ മതത്തിൽ അള്ളാഹ് പറഞ്ഞ് നടപ്പാക്കാൻ അത്രേ ഉള്ളൂ. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. നാം അവിടെ നിൽക്കുക, അവിടുന്ന് അപ്പുറം വിട്ടുപോകരുത്. പിശാച് അറസ്റ്റാന്ന് പറയാ, തീർന്നു. പിന്നെ പിശാച് അറസ്റ്റിലല്ലാതെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അങ്ങനെയുള്ള സംഭവ വികാസങ്ങളെന്ന് ചോദിക്കുമ്പോൾ പിശാചിന്റെ നേതൃത്വങ്ങളാണ് അറസ്റ്റിൽ. അപ്പോൾ അവരല്ലാത്ത പിശാചുകളൊക്കെ അവിടെ ഉണ്ടാവാം. പക്ഷെ അവരുടെ കുതന്ത്ര മന്ത്രതന്ത്രങ്ങളും ക്രൂര കൃത്യങ്ങളും അവരുടെ പ്ലാനിക പരിപാടികളും അത് ലഘൂകരിക്കപ്പെടും. അത് വേണ്ടതുപോലെ പ്രവർത്തിക്കൂല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മനുഷ്യന്മാരിലുമുണ്ട് പിശാചുകൾ എന്ന് രാത്രി പറഞ്ഞില്ല അല്ലേ? മനുഷ്യന്മാരിൽ എന്തുണ്ട്? പിശാചുകളുണ്ട്. ഖുർആൻ പറയാണ് ഖുർആൻ പറയാണ് മനുഷ്യന്മാരിലുമുണ്ട് എന്ത് പിശാച്. മനുഷ്യന്മാരിൽ പിശാചുണ്ട്. ഉടലോടെ ഇങ്ങനെ ഉള്ള മനുഷ്യനുണ്ടല്ലോ, അവൻ മനുഷ്യ പിശാചായി മാറാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എപ്പോൾ പിശാചിന്റെ അടിമയായി ജീവിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ തടസ്സം വെക്കണം. തടസ്സം വെച്ചതിന് ശേഷം അതിന്റെ മുമ്പിൽ ആരും വിട്ടടക്കാൻ വിടരുത്. അഥവാ ആരെങ്കിലും പോവാണെങ്കിൽ നീ തടയണം. ഒന്നല്ല രണ്ടല്ല, തടയണം. എന്നിട്ട് അവൻ കൂട്ടാക്കാതെ നിർബന്ധിത അവസ്ഥയിൽ നിന്റെ നിസ്കാരം ബാത്തിലാക്കണമെന്ന ആ നിർബന്ധം പുലർത്തി അവൻ നിന്റെ മുമ്പിൽ കൂടി വിട്ടെടുക്കുകയാണെങ്കിൽ രാജനോട് നീ സംസാരിക്കുന്ന വേളയിൽ നിന്റെ വിലകുതടിയായി മാറാൻ പോകുന്ന ആ മനുഷ്യൻ അവനാണോ പിശാച്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അതാണ് മനുഷ്യ പിശാച്. കണ്ടില്ലേ? മനുഷ്യ പിശാച്. അപ്പോൾ മനുഷ്യന്മാരിലും എന്തുണ്ട്? പിശാചുണ്ട്. ഈ പിശാചുകൾ യഥാർത്ഥത്തിൽ റമളാൻ ട്രെയിനിങ് നേടിയതായ പിശാചായിരിക്കും. അവന്റെ ദ്രോഹം വലിയ ദ്രോഹമാണ്, മറ്റേ പിശാചിനേക്കാൾ വലിയ. അതുകൊണ്ട് തന്നെ റമളാൻ പട്ടാപകലിൽ അവൻ നോമ്പ് പിടിക്കാൻ വേണ്ടി ത്രാവി നിസ്കരിക്കാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളെ വലിച്ചു കൊണ്ടുപോയിട്ട് പണ്ട് വീഡിയോ ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ പുതിയ ഫിലിം ഇന്ത്യയിൽ നിന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പുതിയ പോത്തുരാഗം വന്നിട്ടുണ്ട്, അത് കേൾപ്പിക്കാമെന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോകും ചില സുഹൃത്തുക്കൾ. അവർ കുറെ വളരെ മനക്കെട്ടിട്ട് മലയാളികൾ ദൂരെ നിന്ന് വന്നവരായി. എനിക്ക് അവരുടെ വാർത്തകൾ അറിയുള്ളൂ. അവരുടെ അറിഞ്ഞ വാർത്ത പറയാണ്, ദൂരെ നിന്ന് മനക്കെട്ട് വന്നതാണ് ഇബാദത്ത്. അവരെ പിടികൂടുന്നതായ മനുഷ്യ പിശാചുകൾ ഇവിടെ പ്രവർത്തിക്കുന്നവരുണ്ട്. അല്ലാഹു ഹിദായത്തിലാക്കട്ടെ, സന്മാർഗ്ഗത്തിലേക്ക് നയിക്കട്ടെ, സത്യം പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ, മദീനയെ ആദരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപകടമാണ് ഇതൊക്കെ. മനുഷ്യ പിശാചുകളുടെ ശരിക്ക് ഒറിജിനൽ പിശാചിന്റെ പ്രവർത്തിക്കുന്ന മനുഷ്യ പിശാചുമാർ റമളാനിലും കാണാം. അപ്പോൾ റമളാനിനെ ആദരിക്കുന്നതിന് പകരം റമളാനിനെ അവഗണിക്കലായി മാറി. അപ്പോൾ മഹാ അപകടത്തിൽപ്പെടും. നമ്മുടെ ഈമാന് സുരക്ഷിതത്വത്തോടു കൂടി നാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ ശൈലിയിൽ പറയാനുള്ളത് പോലെ സ്വർണം പോലെ, പോലെ, മുത്തുപോലെ, മാണിക്യം പോലെ അല്ല, ജീവൻ പോലെ അതിനെ സംരക്ഷിക്കണം. അല്ലെങ്കിലോ അത് ഒരവസരത്തിൽ പ്രഭാതത്തിൽ അറിയാ രൂപത്തിൽ ഈ ഇസ്ലാമിൽ നിന്നിട്ട് അള്ളാഹ് ആദരിച്ച ചിഹ്നത്തെ അബ്ദുൽ ബാരി സുബൈജി ഇന്ന് മദീനയിൽ പ്രസംഗിച്ചപ്പോൾ ഉണർത്തിയതുപോലെ അള്ളാന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ റമളാൻ.
ആ ബഹുമാനിച്ച ആദരിച്ച റമദാനിനെ ആദരിക്കൽ മുസ്ലിം ലോകത്തിന്റെ കടപ്പാടിൽപ്പെട്ടതാണ്. ഈ ആദരിക്കുന്ന സമയങ്ങളിൽ പോർക്കളങ്ങളിലെല്ലാം പലരും പ്രവർത്തിച്ചു. ആ പോർക്കളങ്ങളിൽ പ്രവർത്തിച്ച് ഇസ്ലാമിന് വേണ്ടി പോരാടി. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് അദ്ദേഹം എണ്ണി, അതുപോലെ മക്ക ഇമാമും എണ്ണി. അങ്ങനെയുള്ളതായ ആ സന്ദർഭത്തിൽ ഇന്നും ഇസ്ലാമിന് വേണ്ടി മക്ക മദീന സംരക്ഷണത്തിന് വേണ്ടി യുദ്ധ പോർക്കളങ്ങളിലും അതുപോലെ തന്നെ അതിർത്തികളിലും ഈ മുസ്ലിം രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി നന്നായി അദ്ദേഹം പ്രാർത്ഥിക്കുകയും അവരെ കുറിച്ച് പറഞ്ഞതായ ഹദീസുകൾ പറയുകയും ചെയ്തു. وَلَقَدْ أَتَانَا مِنْ كَلَامِ نَبِيِّنَا قَوْلٌ صَحِيحٌ صَادِقٌ لَا يَكْذِبُ لَا يَسْتَوِي غُبَارُ خَيْلِ اللَّهِ فِي أَنْفِ امْرِئٍ وَدُخَانُ نَارٍ تَلْهَبُ. മഹാനായ ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഹസൻ ജസാക്കല്ലാഹു ഖൈർ സമ്മാനം ലഭിക്കാൻ സാധ്യതയുള്ളതായ അർഹതയുള്ളതായ മറുപടിയാണ്. ഏത്? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പാടിയ പാട്ടാണ്, ചെല്ലിയ പദ്യമാണ്. ആരോട്? ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന നമ്മുടെ നേതാവായ പണ്ഡിതനായ ആബിദുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെട്ട ആബിദുൽ ഹറമൈൻ, മക്ക മദീന ആരാധകൻ, മക്ക മദീനയിൽ ആരാധനയിൽ വളരെ മുഴുകി ജീവിക്കുന്നതായ മഹാപണ്ഡിതനായ ഫുദൈൽ ഇബ്നു ഇയാദ്. നേതാക്കൾ ഞെട്ടും, നേതാക്കൾ വെള്ളത്തിൽ മുഴുവൻ കോഴിയെ പോലെയാണ് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുക, വിറച്ചിട്ട് പേടിച്ചിട്ട്. അങ്ങനെയുള്ള നേതാവാണ്. അതാണ് എൽമ്. അങ്ങനെയുള്ള ഫുദൈൽ ഇബ്നു ഇയാദിനോട് അബ്ദുല്ലാഹി മുബാറക് പോർക്കളത്തിൽ നിന്നിട്ട് റഷ്യയിൽ നിന്നിട്ട് അയച്ച എഴുത്തിൽപ്പെട്ടതാണ് വലഖദ് അതാനാ മിൻ കലാമി നബിയിനാ ഖൗലുൻ സഹീഹുൻ സാദിഖുൻ ലാ യക്ദിബു. ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വാർത്ത ലഭിച്ചിട്ടുണ്ട്. സഹിയായ വാർത്ത, കളവില്ലാത്ത വാർത്ത, കളവ് പറയാത്ത മുഹമ്മദ് വസല്ലം പറഞ്ഞ വാർത്ത അതാണ് നിങ്ങൾ കേൾക്കുന്നത്. അതെന്താണ്? ലാ യസ്തവി വഗുബാറു ഖൈലില്ലാഹി ഫീ അൻഫി ഇംറിഇൻ വദുഖാനു നാരിൻ തൽഹബു. ഒരിക്കലും പോർക്കളത്തിലുള്ളതായ കുതിരകൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പൊടിപടലങ്ങൾ വരും. ഈ പൊടിപടലങ്ങൾ മൂക്കിലേക്ക് കയറും ഞങ്ങളുടെ. അങ്ങനെ പൊടിപടലങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മൂക്കിൽ പൊടിപടലം കയറുന്നതായ അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ചവർക്ക് നരകത്തിന്റെ വാസനയോ നരകത്തിലുള്ള പുകയോ അവർക്ക് തട്ടേണ്ടി വരികയില്ല എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പോരാടുന്നവരുടെ പ്രത്യേകത. അതുപോലെ തന്നെ നാട്ടിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തികളിൽ നിൽക്കുന്നവർ അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭാഗം അള്ളാഹന്റെ വഴിയിൽ ഷഹീദായി കഴിഞ്ഞാൽ ആ റസൂലുള്ളാഹി പറയുന്നു അവര് മരിച്ച ശേഷം അവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. തന്നെ മക്ക ഇമാമ് ഒരു കാര്യം ഉണർത്തി. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ ഒരു സഹാബി അവിടെ നിന്ന് ഒരു കൊല്ലം മുമ്പ് മരിച്ചതായ സഹാബിയെ കുറിച്ച് കിനാവ് കണ്ട വാർത്ത പറഞ്ഞു. ഒരു വർഷം മുമ്പ് മരിച്ചതായ സഹാബിയെ ഞാൻ ഇന്നലെ രാത്രി കിനാവ് കണ്ടു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മരിച്ചതായ ഒരു സഹാബിയുണ്ട്. റമദാൻ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം മരിച്ചതെന്നാണ് ഹദീസിന്റെ ശൈലി. അപ്പോൾ റമദാൻ കൊണ്ടാടിയ ശേഷം മരിച്ചതായ അദ്ദേഹത്തെക്കാൾ ഒരു കൊല്ലം കൂടുതൽ ഭൂമിയിൽ ജീവിച്ചതായ ഈ സഹാബിയെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ പദവിയിലേക്ക് കയറിയതായിട്ടാണ് കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വാർത്ത പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയുണ്ടായി. അവർക്ക് സംശയം, എങ്ങനെയാണ് അയാൾ ഷഹീദായി മരിച്ചു, ഇയാളാണെങ്കിൽ അയാൾക്ക് ശേഷം മരിച്ചു, അയാളെക്കാൾ ഗ്രേഡ് കൂടി. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നു, അയാളെക്കാൾ ഒരു വർഷം ഇവിടെ ജീവിച്ചില്ലേ, ആ വർഷത്തിൽ റമദാനില്ലേ, ആ വർഷത്തിൽ ലൈലത്തുൽ ഖദറില്ലേ, അപ്പോൾ അയാളെക്കാൾ കൂടുതൽ ലൈലത്തുൽ ഖദർ കൊണ്ടാടാനും റമദാൻ കൊണ്ടാടാനും ചാൻസ് കിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രേഡ് വ്യത്യാസം അറിയാമോ? ആകാശഭൂമിയുടെ ചേഞ്ചുകളാണ് ഈ സഹാബാക്കളുടെ ഇടയിൽ ചേഞ്ചുകൾ. എന്തിൽ? പദവിയിലെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
പറഞ്ഞ വാർത്ത മക്ക ഇമാം ഉണർത്തി. ഖുർആൻ പറയുന്നു, പരലോകത്തിൽ സ്വർഗവാസികൾക്ക് അവരവർ ചെയ്യുന്ന അമലുകളിലൂടെ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് അല്ലാഹ് പറയുന്നു, അവർക്ക് ദറജാതുൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ സ്റ്റാൻഡേർഡുകളാണ്. ഒരാൾക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് അല്ല മറ്റാളുടേത്. നബിമാരുടെ സ്റ്റാൻഡേർഡ് അല്ല സിദ്ദീഖിന്റേത്, സിദ്ദീഖുകളുടെ സ്റ്റാൻഡേർഡ് അല്ല സാലിഹീങ്ങളുടേത്. ഓരോ വിഭാഗത്തിലും പ്രത്യേക പ്രത്യേക സ്റ്റാൻഡേർഡുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ലഭിക്കാനുള്ള മഹാഭാഗ്യം റമദാൻ കഴിഞ്ഞ കൊല്ലത്തിൽ കൊണ്ടാടിയതായ എത്രയോ പേര് നമ്മളോട് വിടവാങ്ങി. നാം ഇപ്പോൾ പുതിയ റമദാനിനെ സ്വീകരിക്കാനുള്ളതായ ചുറ്റുപാട് ലഭിച്ചു. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായവർ ഇപ്പോൾ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച നമ്മുടെ സഹോദരൻ ഇപ്പോൾ ICUവിലാണ്. അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്പം മുമ്പ് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അവരെ പോലെ ICUവിലും അതുപോലെ ഹോസ്പിറ്റലിലും കിടക്കുന്ന നമ്മുടെ സഹോദര സഹോദരിമാരുടെ പ്രയാസത്തെ അല്ലാഹു ദൂരപ്പെടുത്തട്ടെ, രോഗത്തെ ശിഫിയാക്കട്ടെ, ആരോഗ്യം നൽകട്ടെ, പരിപൂർണ്ണ ആരോഗ്യം നൽകട്ടെ. അവർക്കും നമുക്കുമെല്ലാം ഇസ്ലാമെ അടിയുറച്ച് നിന്നുകൊണ്ട് ധാരാളം വർഷങ്ങൾ, ധാരാളം വർഷങ്ങൾ അള്ളാഹിന്റെ മതത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സേവിക്കുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹുവിന്റെ വിധി വിലക്കൽ ജീവിതത്തിൽ പകർത്തുവാനും ഇസ്ലാമിക ശിക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകുവാനും ഭാര്യമാർക്ക് നൽകുവാനും പരിസരത്ത് നൽകുവാനും ജീവിതം ആസകലം ഇസ്ലാമീകരിച്ച് ജീവിക്കുവാനും ദീർഘായുസ്സും ആരോഗ്യവും അവർക്കും നമുക്കും അല്ലാഹു നൽകട്ടെ. കഴിഞ്ഞു ചെയ്തു പോയതായ കുറ്റങ്ങൾ അല്ലാഹു നമുക്ക് മാഫ് ചെയ്തു തരട്ടെ, പുറത്തു തരട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ നാം എന്താണ് പഠിച്ചത്? റമദാനിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ ഉണർത്തുന്നു, പ്രത്യേകിച്ച് അടുത്ത ആഴ്ച റമദാനിലാണ് വരിക, വെള്ളിയാഴ്ച. അപ്പോൾ അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ റമദാനും വെള്ളിയാഴ്ചയും എല്ലാം ആകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചസാരക്കൊന്നിന്റെ മുകളിൽ തേന്മറ വർഷിക്കുന്നതായ ഒരു അന്തരീക്ഷമാണ്. നിങ്ങൾക്കറിയാം, റമദാൻ മദീനയെ പോലെ റമദാൻ കൊണ്ടാടുമ്പോൾ ആസ്വാദനം ഉണ്ടാകുന്ന സ്ഥലം ഭൂമിയിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രതിഫലമുണ്ടോ എന്നല്ല, പ്രതിഫലം 1 ലക്ഷത്തിൽ പല എവിടെയുണ്ട്, മക്കയിലുണ്ട്. പക്ഷേ ഹൃദയ ശാന്തിയും സമാധാനവും മദീനയിൽ ലഭിക്കുമ്പോൾ ലോകത്ത് എവിടെയും ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്നിട്ട് പലരും ഇവിടെ അള്ളാഹുവിന്റെ ദൂതർ അന്ത്യവിഷമമുള്ള നാട്ടിലേക്ക് റമദാൻ കൊണ്ടാടാൻ വേണ്ടി വരാറുണ്ട്. കാരണം ഇവിടെയാണ് റസൂലുള്ളാഹി ഇഅ്തികാഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിച്ചത്. ഇവിടെ വെച്ചിട്ടാണ് നോമ്പ് നിർബന്ധമായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതാകുന്ന ആസ്വാദനമുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ ആസന്നമായി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ വിശുദ്ധ മസ്ജിദുൻ നബവിയുടെ അകത്ത് 19-ാം ഗേറ്റിന്റെ അകത്ത് വലത് ഭാഗത്ത് എന്തുണ്ടാക്കുന്നുണ്ട്? സുഫ്ര ഉണ്ടാക്കുന്നുണ്ട്. ആ സുഫ്ര നമ്മുടെ കയ്യിലാക്കുവാനും ആ സുഫ്രയുള്ള സ്ഥലത്ത് ആൾക്കാരെ സംഘടിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും അവിടെ വരുന്നവർക്ക് ഒഴിച്ചു കൊടുക്കുവാനും ചായ ഒഴിച്ചു കൊടുക്കുവാനും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുവാനും ആവശ്യമുള്ളതായ ഇഫ്താറു സായിം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. പണക്കാർക്ക് വരെ നാം വല്ലതും കൊടുത്താൽ കൂലി കിട്ടുന്ന ഒരു മാർഗമാണ്, ഒരു അമലാണ് എന്ത്? ഇഫ്താർ. ഒരാള് പണക്കാർക്കായിരുന്നാലും ശരി, നോമ്പ് നോറ്റൊരു മുസ്ലിമിന് സത്യവിശ്വാസിക്ക് നോമ്പ് മുറിപ്പിച്ചാൽ എന്ത് കിട്ടും? ആ നോമ്പ് മുറിപ്പിച്ച വ്യക്തിക്ക് ആ നോമ്പ് നോറ്റ വ്യക്തിയുടെ കൂലി കിട്ടും. അയാളെ കൂലി കുറയാതെ, നോമ്പ് നോറ്റാളുടെ കൂലി കുറയാതെ ഇദ്ദേഹത്തിന് കൂലി കിട്ടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകതയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നാം പാടുപെടണം. അതിനുവേണ്ടി ഇവിടെ പണ്ടുണ്ടാക്കുന്നതും പണം ഭരിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. അതിനൊക്കെ ആവശ്യമുള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ അത് യഥാർത്ഥത്തിൽ ആ സദസ്സ് പുരോഗതി പ്രാപിക്കാൻ ഉള്ളതായ മാധ്യമമാണ്, ശൈലിയാണ്. അതിൽ നമ്മുടെ ക്ലാസ് മെമ്പർമാർ ഏതായാലും മുൻപന്തിയിൽ, അതുപോലെ ആർക്കെല്ലാം പങ്കെടുക്കാൻ സാധിക്കുന്നുവോ അവർക്കെല്ലാം പങ്കെടുക്കാം. ഇവിടെ നമ്മുടെ സമ്മേളനം നമ്മുടെ ഉപദേശം ഇതൊരു വകുപ്പിന് വേണ്ടിയോ സംഘടനയ്ക്ക് വേണ്ടിയോ ഒരു പ്രത്യേക മെമ്പർമാർക്ക് വേണ്ടിയോ ഉള്ളതല്ല, മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ളതാണ്, മനുഷ്യരാശിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുകയും ഇതിൽ നിന്നിട്ട് പരലോകമോക്ഷം നേടാനുള്ളതായ മാർഗങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി പാടുപെടുകയും ചെയ്യാൻ പരിശ്രമിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ വിശുദ്ധ റമദാൻ
നമ്മളോട് ഓതുന്നതായ കഥനക്കഥകളിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അടുത്ത ആഴ്ച മുതൽ നമുക്ക് വിശദീകരിച്ചിട്ട് വിധി വിലക്കുകൾ പറയാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയമുള്ളവർക്ക് അവിടെ വെച്ചിട്ട് സംശയ നിവാരണം ചോദ്യോത്തര വേദി ഇവിടെ ലഭിക്കും. ആ വേദിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും എന്നിട്ട് അതിൽ അത്തരം കാര്യങ്ങളിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ടുള്ള വിധി വിലക്കുകൾ അറിയാൻ വേണ്ടി ഓരോരുത്തരും പാടുപെടുകയും ചെയ്യാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സമയമായോ? എത്രയുണ്ട് വാങ്ങിന്? ഭക്ഷണം കഴിക്കാത്തവർ ഭക്ഷണം കഴിച്ചു പോയാൽ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. എന്തിനാ കടലാസ് കൊടുത്ത ചോദ്യോത്തര? ഇന്നലത്തെ ഇയാൾക്ക് സമ്മാനം ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ രാത്രി ക്ലാസ്സുകളിൽ നടക്കാറുള്ളതായ മത്സരങ്ങളിലൊക്കെ പല ചോദ്യങ്ങൾ കൊടുക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയവർക്ക് സമ്മാനമുണ്ട്. അതിൽ നമ്മുടെ തസ്ലീം സാഹിബ് മറുപടി നൽകിയതിനുള്ളതായ സമ്മാനം കഴിഞ്ഞ രാത്രിയിൽ കടം കൊടുക്കാൻ ശേഷിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സമർപ്പിക്കുന്നു. മുബാറക്, അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ ചോദ്യം ചോദിച്ചതിന് മറുപടി നൽകിയവർക്ക് ഉള്ളതായ സമ്മാനം ഇപ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവരുടെ പേരാണ് ഇതൊക്കെ. എന്റെ മുമ്പിലുള്ള ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരിയായ മറുപടി പറഞ്ഞവരാണ്. അല്ലാതെ ശരിയല്ലാത്ത മറുപടിയെ ദൂരപ്പെടുത്തി